നിങ്ങൾ എടുക്കുന്ന ഒരു ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ പറ്റി ഒരുപാട് വെബ്സൈറ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ ഈ വെബ്സൈറ്റുകളൊക്കെ തന്നെ പെയ്ഡ് ആണ്. ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ചില വെബ്സൈറ്റുകളിൽ ജോയിൻ ചെയ്യുമ്പോൾ കുറച്ച് പോയിന്റ്സ് കിട്ടും, 1-2 വീഡിയോസ് ചിലപ്പോൾ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരാം. എന്നാൽ അതിനുശേഷം പിന്നീട് ആ വെബ്സൈറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. യൂസ് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രീ ആയിട്ട് ഫോട്ടോ ടു വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഈ ഒരു ആപ്പ്. ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു ആപ്പിന്റെ പേര് മെറ്റ എ എന്നാണ്. മെറ്റ എ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടതില്ലല്ലോ, കാരണം വാട്സപ്പോ ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മെറ്റ എ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അവിടെ കിട്ടുന്നതിനേക്കാളും കുറച്ചധികം ഫീച്ചേഴ്സും മെറ്റ എയുടെ ഈ ഒരു ആപ്പിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ ഫേസ്ബുക്ക് ഐഡിയോ ഇൻസ്റ്റാഗ്രാം ഐഡിയോ കൊടുത്ത് ഇതിൽ ലോഗിൻ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി കൊടുത്ത് സെപ്പറേറ്റ് ഒരു അക്കൗണ്ടും വേണമെങ്കിൽ ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഐഡി കൊണ്ടാണ് ഇതിൽ ലോഗിൻ ചെയ്തത്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആണ് വന്നിട്ടുള്ളത്. ഇതിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പണ്ട് ടിക്ടോക്കിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ കുറച്ചധികം വീഡിയോസ് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്ന വീഡിയോസ് ഒന്നും റിയൽ വീഡിയോസ് അല്ല, ഇതൊക്കെ തന്നെ പ്രോംപ്റ്റ് ഉപയോഗിച്ച് AI കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പോൾ ഈ വീഡിയോകളുടെ പ്രോംപ്റ്റ് വേണമെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഈ ഭാഗത്തായിട്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിന്റെ ഡിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് പ്രോംപ്റ്റ് കാണാൻ സാധിക്കും. ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രോംപ്റ്റ് ഇതേപോലെ കോപ്പി ചെയ്ത് നമുക്കും ഇതേ രീതിയിലുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യണം, കുറച്ചുകൂടെ ബെറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങളോട് ആ പ്രോംപ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. AI വെച്ചിട്ട് നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമല്ല പറ്റുന്നത്, വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷും പഠിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇങ്ങനെ പറയാം: മീ ഗോയിങ് ഷോപ്പിംഗ് ലുലു മാൾ, യു കം us both go. ഞാൻ നിങ്ങളെ ഇംഗ്ലീഷ് ശരിയായി സംസാരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഐ ആം ഗോയിങ് ഷോപ്പിംഗ് അറ്റ് ലുലു മോൾ. വുഡ് യു ലൈക്ക് ടു കം അലോങ്? നിങ്ങൾക്ക് മനസ്സിലായോ? കേട്ടോ, ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതല്ല സത്യത്തിൽ ഞാൻ പറഞ്ഞത്. ഏകദേശം അതിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിലാണ് സംസാരിച്ചതെങ്കിൽ പോലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ രീതിയിലാണ് ഇംഗ്ലീഷിൽ പറയേണ്ടതെന്നാണ് ആപ്പിൽ നിന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പറ്റും. ഇംഗ്ലീഷിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം. ഈ ആപ്പിന്റെ പേരാണ് സൂപ്പർനോവ AI. ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അപ്പോൾ സംസാരിക്കാൻ ആളില്ലാത്തവർക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചു എന്ന് വരത്തില്ല. അതേപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു പ്രശ്നമാണ്, നമ്മൾ ഇത് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു തോന്നൽ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇംഗ്ലീഷ് പഠിക്കാനും പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് സൂപ്പർനോവ നിങ്ങളെ സഹായിക്കും. ഇതിലുള്ള നിങ്ങളുടെ ഇംഗ്ലീഷ് AI ടീച്ചറാണ് മിസ് നോവ. മിസ് നോവ 24/7 അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ എപ്പോൾ ഫ്രീ ആവുന്നോ ആ സമയത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട്, പഴയ രീതിയിലുള്ള ലേണിംഗ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ബോറാവും. എന്നാൽ സൂപ്പർനോവ അങ്ങനെയല്ല. സൂപ്പർനോവയിലെ ഇന്ററാക്റ്റീവ് സെക്ഷൻസ് ഒക്കെ വളരെ എൻഗേജിംഗ് ആണ്. സൂപ്പർനോവ ഒരു ഫിക്സഡ് ലേണിംഗ് കോഴ്സ് അല്ല. അതുകൊണ്ട് ഒരു പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരെയും ലേണിംഗ് നീഡ്സും മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു പേഴ്സണൽ ലേണിംഗ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യും. സൂപ്പർനോവ ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ സൊല്യൂഷൻ ആണ്. ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഇനി ഒരുപാട് നേരം ഇംഗ്ലീഷ് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ വരുന്ന ഓഡിയോ കേട്ടുകൊണ്ടിരിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് നിങ്ങൾ ഈ സൂപ്പർനോവ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുക. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും സാധിക്കും. അപ്പോൾ സൂപ്പർനോവ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്കിൽ നിന്നാണ് നിങ്ങൾ ഈ ഒരു ആപ്പിൽ ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 9 rupees ഒരു ട്രയൽ പീരീഡ് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യേണ്ട. ഇപ്പൊ തന്നെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോൺഫിഡന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് ഒരു ഫോട്ടോ എങ്ങനെ വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇതിന് താഴെ കാണുന്ന 3ാമത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഗാലറിയിൽ നിന്ന് ഞാൻ ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു കവർ ഞാനിങ്ങനെ വെച്ചിരിക്കുന്നു. അത്രയും മാത്രമേ ഉള്ളൂ. ഈ ഫോട്ടോയിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു മൂവ്മെന്റ് കൊണ്ടുവരാം. സിമ്പിൾ ആയിട്ട് ഞാനിവിടെ സിനിമാറ്റിക് പാൻ മൂവ്മെന്റ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ നല്ല പ്രോംപ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ പ്രോംപ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഫോട്ടോയെ മാറ്റിയെടുക്കാൻ പറ്റും. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. നോക്കി, നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഫോട്ടോയെ നല്ല അടിപൊളി പാൻ മൂവ്മെന്റിലുള്ള ഒരു വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇങ്ങനെ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല ക്യാമറ സെറ്റപ്പ് ഒന്നും ഇല്ലാതെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ നല്ല ക്വാളിറ്റി വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് അതിന്റെ നല്ല മൂവ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ മൂവ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അത് നിങ്ങളുടെ വീഡിയോകളിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. നിങ്ങൾ നോക്കി, എത്ര റിയലിസ്റ്റിക്
റിയലിസ്റ്റിക് ആയിട്ട് എത്ര ക്വാളിറ്റിയോടാണ് ഈ ഒരു ഇമേജിനെ വീഡിയോ ആക്കി കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് നമുക്ക് ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സേവിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോണിന്റെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാനും അത് നമ്മളുടെ വീഡിയോകളിലേക്ക് യൂസ് ചെയ്യാനും സാധിക്കും. ഇവിടെ എഡിറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോംപ്റ്റ് നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു എഡിറ്റ് കൂടെ ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ആംബിയൻ ലൈറ്റ് ഓൺ ബാക്ക്ഗ്രൗണ്ട് എന്ന് മാത്രം കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഇത് അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. നോക്കി, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഏത് രീതിയിലുള്ള ലൈറ്റ് വേണം, ഏത് കളറുള്ള ലൈറ്റ് വേണം, ഇതൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു സെറ്റപ്പിലേക്ക് ഇത് വന്നിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 5 സെക്കൻഡിൻ്റെ വീഡിയോസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ആ ഒരു വീഡിയോയുടെ ലെങ്ത് കുറച്ചുകൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്റ്റെൻഡ് എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 സെക്കൻഡിലുള്ള വീഡിയോ നമുക്ക് 10 സെക്കൻഡ് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ഉണ്ട്. റീസ്റ്റൈൽ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ അധികം പുതിയ കാര്യങ്ങളോട് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഫാഷൻ ഉണ്ട്, ലൊക്കേഷൻ ഉണ്ട്, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ലൈറ്റനിങ് ഉണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഇതേപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇത് മാറ്റാനായിട്ട് പറ്റും. ജനറേറ്ററിൽ ക്ലിക്ക് ചെയ്യാണ്. നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇതിൽ ചേഞ്ചസ് വരുന്നത് എന്നുള്ളത്. യെസ്, ആ തീം അപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നോക്കി, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറി ഒരു കളർ ഗ്രേഡ് ഒക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് രീതിയിലേക്ക് വേണമെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു ഫോട്ടോയെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റിന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഇത് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ കാണിക്കാനുള്ള കാരണം, നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പരിപാടി വളരെ വളരെ യൂസ്ഫുൾ ആവും. അതും ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൽ നിന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യം നമ്മൾ മറ്റേതെങ്കിലും ഒരു വെബ്സൈറ്റിന്റെ ത്രൂ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പേ ചെയ്യേണ്ടതായിട്ട് വരും, ഒത്തിരി പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റും. വീണ്ടും ഞാൻ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു, ഗാലറിയിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. അതിനുശേഷം സിമ്പിൾ ആയിട്ടൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, കൺവേർട്ട് വീഡിയോ. അതായത് ഈ ഒരു ഫോട്ടോയെ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ നോക്കിക്കോളുക, ഇതാണ് ഫോട്ടോ. ഇതിനെ നമുക്ക് അതിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരാനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിത് മെറ്റയുടെ ഇഷ്ടത്തിന് വിട്ടേക്കാണ്. അത് ഏത് രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വരുമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. യെസ്, നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കി, റിയലിസ്റ്റിക് ആയിട്ട് ഒറിജിനാലിറ്റി ഉള്ള നല്ല കിഡിലൊരു വീഡിയോ ആ ഫോട്ടോയിൽ നിന്ന് ഇവിടെ സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും, അതിന്റെ ലെങ്ത് കൂട്ടാനായിട്ട് പറ്റും. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞില്ല, മെറ്റയുടെ ഇഷ്ടത്തിന് അനുസരിച്ചാണ് ഈ ഒരു വീഡിയോയെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഞാൻ ആ ഫോട്ടോ ആഡ് ചെയ്ത് ഇതിൽ ജനറേറ്റ് ദിസ് ഗേൾ ക്രൈം വീഡിയോ എന്ന് കൊടുത്തേ. അപ്പം നമുക്ക് നോക്കാം, ഈ പെൺകുട്ടി നമുക്കൊന്ന് കരയിപ്പിച്ചുകൊണ്ട് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന്. വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇത് കരയുവാണോ ചിരിക്കുകയാണോ എന്ന് അറിയത്തില്ല, ആ രീതിയിലുള്ള ഒരു കരച്ചിലാണ്. പക്ഷെങ്കിൽ നമ്മുടെ പ്രോംപ്റ്റ് അത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ആ പ്രോംപ്റ്റ് കൊടുത്തത്, അതുകൊണ്ടാണ് ഈ രീതിയിൽ വന്നത്. നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ പ്രോംപ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതൊക്കെ എത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ ജനറേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഏത് ടൈപ്പ് ഫോട്ടോസ് ആണെങ്കിലും നമ്മൾ എടുത്ത ഫോട്ടോ ആണെങ്കിലും നമുക്കിതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്കതിൽ മാറ്റങ്ങൾ വരുത്തി അതിനെ വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഇഷ്ടപ്പെടും. ഇതിൽ കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ഹോം പേജിൽ നിന്ന് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മീഡിയ എന്നുള്ള സെക്ഷനിൽ വരുമ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോകളെല്ലാം തന്നെ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ആവശ്യമുള്ള വീഡിയോകൾ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഹിസ്റ്ററിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ പ്രോംപ്റ്റ് കൊടുത്തിട്ട് എങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ആണ് ക്രിയേറ്റ് ചെയ്തത് അതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റുകൾ കംപ്ലീറ്റ് ആയി കഴിയുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ആയി എന്ന് പറഞ്ഞുള്ള നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു ആപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടോട്ടലി ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇപ്പോൾ വരെ ഫ്രീ ആണ്, നാളെ എന്താവുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫോട്ടോസ് വീഡിയോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നിങ്ങൾ എടുത്ത ഫോട്ടോസോ നിങ്ങൾ വരച്ച ഫോട്ടോസോ ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വീഡിയോസ് ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്ത് തരും. പ്രോംപ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പ്രോംപ്റ്റ് കൊടുക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ChatGPT പോയിട്ട് നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള പ്രോംപ്റ്റ് ആണോ വേണ്ടത് അത് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ChatGPT നിങ്ങൾക്ക് നല്ല അടിപൊളി പ്രോംപ്റ്റ് ഉണ്ടാക്കി തരും. ആ പ്രോംപ്റ്റ് നിങ്ങൾ ഇവിടെ കൊണ്ട് കൊടുത്താൽ അത് നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വീഡിയോസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ AI വെച്ച് ഫ്രീ ആയിട്ട് ഫോട്ടോ വീഡിയോ ആക്കാൻ പഠിച്ചു. ഇതിന്റെ കൂടെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കിയായിരുന്നു, സൂപ്പർനോവ AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ മാക്സിമം നിങ്ങളുടെ
ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കണ്ടതെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതിൽ നല്ലൊരു റൂമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.